കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് മർത്തമറിയം പള്ളിയിലെ 3 നോമ്പ് വിശേഷങ്ങളും കപ്പലോട്ട പ്രദക്ഷിണത്തിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിപുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ് കുറവലങ്ങാട് മാർ എപ്പിസ്കോപ്പൽ പള്ളി. 105 AD സ്ഥാപിതമായത് എന്നാണ് രേഖകൾ പറയുന്നത്. 2 പള്ളികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രസിദ്ധമായൊരു മണിമാളികയുണ്ട്. 1910 ഇവിടെ 2 ഏഷ്യയിലെ ഏറ്റവും വലിയ മണികൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. വിശേഷ ദിവസങ്ങളിൽ 2-3 പേർ ചേർന്നിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. മുകളിലത്തെ പള്ളി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ളതാണ്. അവിടെ നല്ല കൊത്തുപണികളും അലങ്കാരങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആനയ്ക്ക് ചക്കര കൊടുക്കുന്ന ഒരു നേർച്ചയാണ്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ഈ ശർക്കര നമ്മൾ ഇവിടെ ആനയുടെ വായിൽ ഒന്ന് സ്പർശിച്ച ശേഷം വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് പേടികൾ, അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം എന്നാണ് അറിഞ്ഞത്. ഇത് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് അനേകം ആളുകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു അത്ഭുത കിണറാണ്. ഈ പള്ളിയുടെ തന്നെ ഉത്സവത്തിന് കാരണമായിട്ടുള്ള ഒരു നിദാനമാണിത്. ആട് മേയിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കല്ല് അപ്പമാക്കുകയും തെളിനീര് ഈ ഉറവയിൽ നിന്ന് ഉത്ഭവിപ്പിച്ച് കൊടുക്കുകയും ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പഴയ വാദ്യപ്പുരയാണ്. അവിടെ കുറച്ച് ഉപകരണങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് ചരിത്ര പ്രസിദ്ധമായ കപ്പലോട്ടത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന നമ്മുടെ കപ്പലവിടെ വിശുദ്ധിയോടെ സൂക്ഷിച്ചിരിക്കുന്നതാണ് അലങ്കരിച്ച്. പ്രദർശനത്തിനോടനുബന്ധിച്ചാണ് കപ്പലോട്ടം നടത്തപ്പെടുന്നത്. ഈ 3 നോമ്പിനോടനുബന്ധിച്ചിട്ടുള്ള ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് നിദാനമായിട്ടുള്ളത്. യോന പ്രവാചകനോട് നിനവെ നിവാസികളായിട്ട് സംസാരിക്കാനായിട്ട് പോകാനായിട്ട് ദൈവം നിർദ്ദേശിക്കുന്നു. പക്ഷേ യോന പ്രവാചകൻ അത് ദൈവത്തിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് താർസീസിലോട്ട് പോവുകയും ചെയ്തു. യോന യാത്ര തുടർന്ന കപ്പൽ നിരവധി കാറിലും കോളിലും പെടുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയ കപ്പിത്താനും കൂട്ടരും അദ്ദേഹത്തെ കടലിലെറിയുകയും ചെയ്തു. അദ്ദേഹത്തിനെ വലിയൊരു മത്സ്യം വിഴുങ്ങി. 3-ാം ദിവസം മത്സ്യം അദ്ദേഹത്തിനെ ഛർദ്ദിക്കുകയും ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നിനവയിലോട്ട് പോയി അവിടെ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്തു. യോന പ്രവാചകൻ്റെ മാനസാന്തരം ആണ് ഈ കപ്പലോട്ടത്തിൻ്റെ ഒരു പ്രധാന വിഷയമായി മാറുന്നത്. അതുപോലെ തന്നെ വലിയ നോമ്പിന് തൊട്ട് മുമ്പായിട്ടുള്ള 18 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ 3 നോമ്പ് ആചരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അടുത്തുള്ള കടപ്പൂർ എന്ന സ്ഥലത്തുള്ള നിവാസികളാണ് കപ്പലോട്ട് എല്ലാ വർഷവും നയിക്കുന്നത്. അവർക്ക് നാവികമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ളവരും അവർക്ക് മാതാവിൻ്റെ സഹായത്താൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമുണ്ടായതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇവിടെ ഇത് തുടങ്ങിയതും എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ കാളികാവുകാരാണ്. കാളികാവ് എന്നുള്ള ആളുകളാണ് തിരുസ്വരൂപം വഹിക്കുന്നത്. മുത്തുകുട വഹിക്കാനുള്ള അവകാശം മുട്ടുചിറയിലുള്ള ഒരു കുടുംബക്കാർക്ക്. കൂടാതെ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഗജവീരൻ പങ്കെടുക്കുന്ന ഏക ഒരു ക്രിസ്ത്യൻ തിരുനാളുമാണിത്. പഴയ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള ആലവട്ടത്തിൻ്റെ ഉപയോഗം ഈ തിരുനാളിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പള്ളിയുടെ 4 വശത്തും 3, 6, 9 എന്ന ക്രമത്തിലാണ് ഈ കപ്പലോട്ടം നടത്തപ്പെടുന്നത്. അവരുടെ കപ്പലോട്ടത്തിൻ്റെ മുന്നോട്ടുള്ള പുറകോട്ടുള്ള നീക്കങ്ങൾ നടത്തപ്പെടുന്ന ആ ഒരു ക്രമത്തിലാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഇത് നടത്തപ്പെടുന്നത്.
കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷയെന്ന് ഇന്ന് മൂന്നാമത് തിരുനാളിന്റെ പ്രദക്ഷിണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന തിടമ്പേറ്റുന്ന ഗജവീരൻ പ്രമുഖ വാതിലിൻ്റെ മുമ്പിൽ 3 പ്രാവശ്യം പോയി തല കുമ്പിട്ട് വന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് പണ്ടൊരു ഗജവീരൻ ദേവാലയത്തിൻ്റെ പ്രമുഖ വാതിലിൽ വന്ന് തൻ്റെ കൊമ്പ് വെച്ച് അത് തകർക്കാൻ ശ്രമിക്കുകയും ആ ഉദ്യമത്തിൽ പരാജയപ്പെട്ട് പിന്മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ആചാരം നടത്തപ്പെടുന്നത്. താഴെ കുരിശടിക്ക് ചുറ്റുമുള്ള കപ്പലോട്ടത്തിനിടയിലാണ് യോനായെ കടലിൽ ഉപേക്ഷിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ആവിഷ്കരിക്കപ്പെടുന്നത്. തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ സക്കറാരിയുള്ള ഭരണജ്ഞാനത്തിന്റെ ഭാരത കപ്പലോട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ഹർഷാരവത്തോടു കൂടിയാണ് വീണ്ടും അത് പള്ളിയിലേക്ക് തിരിച്ച് സ്ഥാപിക്കുന്നത്. വളരെ മനോഹരമായ കൊത്തുപണികളാണ് പള്ളിക്കകത്തൊക്കെ ഉള്ളത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണല്ലോ. കപ്പലിലുള്ള വെറ്റയും അതുപോലെയുള്ള പുഷ്പങ്ങൾ ബാക്കിയുള്ളതെല്ലാം ആൾക്കാർക്കായിട്ട് അവർ വിതരണം ചെയ്യുകയും ചെയ്തു. വിശ്വാസവും ചരിത്രവും എല്ലാം സമ്മേളിക്കുന്ന ആവേശത്തിരക്കായിട്ട് അടുത്ത വർഷത്തേക്കുള്ള പ്രാർത്ഥനാപൂർവമായ കാത്തിരിപ്പാണ്.